അശ്ലീല സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞ് ശ്വേതാമേനോനെതിരെ കേസ് കൊടുത്തത് മാർട്ടിൻ മാനാഞ്ചേരി. സംഭവം ഇങ്ങനെ: പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേർ ഒളിച്ചിരുന്ന് വീഡിയോ കാണുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടുന്ന മാർട്ടിൻ മാനാഞ്ചേരി ഓടിച്ചെന്ന് അവരെ പിടികൂടിയപ്പോൾ ശ്വേതാമേനോൻ്റെ വീഡിയോ കണ്ടു. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചപ്പോൾ സൈറ്റിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. സൈറ്റ് നോക്കിയപ്പോൾ ശ്വേതാമേനോൻ്റെ രതിനിർവ്വതം, പാലേരി മാണിക്യം കൊലപാതകം എന്ന സിനിമയുടെ ക്ലിപ്പുകൾ കിട്ടി. അതിൽ ഏകദേശം തുണികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആക്രാന്തം കൊണ്ട് പല സൈറ്റിലൊക്കെ 10-20 സൈറ്റിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അതിന് ദേഷ്യത്തിൽ ഇദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തു. എടാ മാർട്ടിൻ മാനാഞ്ചേരി, എടാ നാറി, നിനക്ക് വല്ല വിവരം ഉണ്ടോടാ? അവർ അഭിനേത്രിയല്ലേ, സംവിധായകൻ പറയുന്നു, അഭിനയിക്കുന്നു. ഈ പറഞ്ഞ സിനിമയിലൊക്കെ ഏകദേശം തുണിമണികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ എവിടെയാണ് അശ്ലീകരം? ഇവിടെ അശ്ലീലം ഉള്ളത്. ഞാൻ ഒരു നടൻ്റെ പേര് പറഞ്ഞുതരാം. ഒരു കിടില നടനാണ്, പേരെനിക്കറിഞ്ഞൂടാ, ഒരു മൊട്ടത്തലയൻ. അവൻ പ്ലംബറായിട്ടും ഇലക്ട്രീഷ്യനായിട്ടും പോലീസ് ഓഫീസറായിട്ടും പോസ്റ്റ്മാനായിട്ടും മസാജറായിട്ടും പാചകക്കാരനായിട്ടും തോട്ടക്കാരനായിട്ടും നല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നടിമാരെന്നിട്ട് അവൻ്റെ കഥ അഭിനയിക്കണത്. ആദ്യം തുടങ്ങുമ്പോൾ ശകലച്ച തുണി കാണും, പിന്നെ തുണിയും കാണില്ല, മണിയും കാണില്ല. സോറി, തെറ്റിപ്പോയി, മണി കാണും. എടാ, അതാണ് അശ്ലീകരം. കേട്ടറാ നാറി? നമ്മളെ ശ്വേത ചേച്ചിയെ നമ്മളെ മുത്താണ് കേട്ടറാ നാറി.